മുല്ലപ്പെരിയാർ ഡാം ഇന്ന് കേരളത്തിന് വലിയ ഭീഷണിയാണെന്നുള്ള കാര്യം നമ്മൾ മാത്രമല്ല പറയുന്നത്, ന്യൂയോർക്ക് ടൈംസ് ആണ്. ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന പത്രമാണ്. അവർ പറയുന്നത് അപ്പടി ലോകത്തിൽ ശരിയാവാറുണ്ട്. അത്രയ്ക്കും ഭീകരമായ ഒരു സംഭവമായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ 6 വലിയ ഡാമുകൾ വലിയ തകർച്ചയിലാണെന്ന് ഏത് സമയത്തും പൊട്ടാമെന്നും അതിൽ മുല്ലപ്പെരിയാർ ഡാമാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുമാണ് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും കേരള ഗവൺമെൻറ് അനങ്ങിയിട്ടില്ല. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പണിതിട്ടുള്ള പ്രശസ്ത വാസ്തുശില്പി ആരുക്കുഴി ദേവേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് നമ്മളോടൊപ്പമുള്ളത്, പാരുക്കുഴി വിജയൻ. അദ്ദേഹം ഈ കാര്യത്തിൽ നമ്മളോട് വളരെ വിശദമായി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് വലിയ ചർച്ചകൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം. അതായത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന്, ഏത് സമയത്തും പൊട്ടുമെന്ന് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? തുടക്കം മുതലുള്ള കാര്യങ്ങൾ. താങ്കളും മുല്ലപ്പെരിയാർ ഡാമുമായിട്ടുള്ള ബന്ധം, താങ്കളുടെ മുത്തശ്ശൻ പാരുക്കുഴി വിജയൻ, പാരുക്കുഴി ദേവേന്ദ്രൻ, അതുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ എല്ലാം തന്നെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അന്ന് നമ്മൾ 2 ലക്ഷം 1.5 ലക്ഷം സർക്കുലേഷൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണെങ്കിൽ ഇന്ന് നമ്മൾ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തി, നമ്മൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ. ആ സമയത്ത് അത്രയും പുതിയതായ ആളുകൾക്ക് പുതിയ അറിവിലേക്ക് വേണ്ടി പൂർണ്ണമായിട്ടൊന്ന് അങ്ങ് വിശദീകരിക്കാം. കാരണം താങ്കൾ ഒരു സമരമൊക്കെ നടത്തിയത് കൂടിയാണല്ലോ. ഓം വിഘ്നേശ്വരായ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്രജംബുഫലസാരഭക്ഷിതം ഉമാസൂയം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അങ്ങയുടെ ചോദ്യത്തിന് മറുപടി. ഇതിൻ്റെ ഈ മുല്ലയും പെരിയാറും രണ്ട് നദികളാണ് നമ്മുടെ സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമാണ്. നല്ല ഒന്നാന്തരം കണ്ണുനീരുമാതിരിയുള്ള ജലം, ഔഷധ സിദ്ധിയുള്ളതായ ജലം, കുഷ്ഠം ഉൾപ്പെടെയുള്ളതായ രോഗങ്ങൾക്ക് ഈ പമ്പ ഉൾപ്പെടെയുള്ളതായ നദികളിലെ ജലം സേവിച്ചാൽ, ഭുജിച്ചാൽ ആ രോഗം മാറിക്കിട്ടുന്നതായ അത്രത്തോളം പച്ചമരുന്ന് ഔഷധ സിദ്ധി ഉണ്ടായിരുന്നു നമ്മുടെ സഹ്യ, വെസ്റ്റേൺ ഹിൽ എന്നൊക്കെ പറയും ഇംഗ്ലീഷ്. ഇതിൻ്റെ നിർമ്മാണം സായിപ്പന്മാരാണ് ഇത് തുടങ്ങുന്നത്. സായിപ്പ് എന്തിനാ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നല്ല ഒന്നാന്തരം തേക്ക് തടികളുണ്ട്, വലിയ ഭയങ്കര. അക്കാലത്ത്, അതായത് 200 വർഷങ്ങൾക്ക് മുൻപ്, നല്ല 100-400 വർഷം മൂത്ത് മുരടിച്ച് നിൽക്കുന്ന തേക്ക് തടി. ഇവർ നോക്കിയപ്പോൾ ഇവർ ബ്രസീലിൽ നിന്നാണ് അക്കാലത്ത് ഇത് കൊണ്ടുവന്നിരുന്നത്, കപ്പലിനുള്ള തടികൾ. അവിടെ വെച്ചിന് ബ്രസീലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത്, യൂറോപ്പിൻ്റെ ഏത് ഭാഗത്തോ ഇട്ടുകൊണ്ട് അത് പണിതാണ് അവർ അന്നത്തെ വാട്ടർ ട്രാൻസ്പോർട്ടിങ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സായിപ്പിന് ഒരു ചിന്ത, ഈ മരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇതിൻ്റെ ബ്രസീലിലെ തടിക്കും ഇവിടുത്തെ തടിക്കും കേരളത്തിലെ തേക്ക് തടിക്കും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പുള്ളി പഠിച്ചപ്പോൾ, ബ്രസീൽ 1 മണിക്കൂറിൽ 20 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നുണ്ടെങ്കിൽ ബ്രസീലിലെ വുഡ് ടിമ്പർ, ഇത് ഏതാണ്ട് 40 കിലോമീറ്ററും 1 മണിക്കൂറിൽ. ഇവർ ചിന്തിച്ചു, കൊള്ളാം, മുല്ലയും പെരിയാറും രണ്ടും വന്ന് സംഗമിച്ചിട്ട് ഇങ്ങനെ, അതാണ് പെരിയാർ മാത്രമായിട്ടാണ് പിന്നെ വരുന്നത്. ഇവിടെ ഒരു ഡാം കെട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം, ഈ വനസമ്പത്തുകൾ ഓരോന്നും, മലഞ്ചരക്കെന്നൊക്കെ പറയാം, കുരുമുളക്, ഏലം, കോഫി, പിന്നെ സ്പൈസസ് ഉണ്ടല്ലോ, എല്ലാ സ്പൈസസും, എല്ലാ, കുരുമുളക് അതിപ്രധാനമാണ്, ചുക്ക് അതിനേക്കാൾ ഉപരി. അങ്ങനെ ഓരോന്നോരോന്ന് പടിപടിയായിട്ട് സ്റ്റെപ്പ്, ഗ്രാഫ് മുകളിലോട്ടാണ് പോകുന്നത്, താഴേക്കല്ല. ഇത്
ബംഗാൾ ഉൾക്കടലിൽ ഇറക്കിക്കഴിഞ്ഞാൽ ആ സംഗതി എങ്ങോട്ട് വേണമെങ്കിലും ഇവർക്ക് കൊണ്ടുപോകാം. യൂറോപ്പിൻ്റെ ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകാം, ഈ തടികൾ ഉൾപ്പെടെ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സംഭവത്തിലേക്ക് നീങ്ങാം. 17 ബീരങ്കി വാഹിനി കപ്പൽ ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിലെ ഇടുക്കിയിലെ നിലമ്പൂര് തേക്ക് തടികൾ കൊണ്ടാണ്. അത് ആദ്യം ഫറോക്കിലുള്ള ഒരു കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു ഈ ഷിപ്പിൻ്റെ നിർമ്മാണം. അത് പിന്നീട് ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ബോംബെയിലുള്ളൊരു കമ്പനിക്കാണ് അത് കൊടുത്തത്. ബോംബെയിൽ എത്തിച്ചു ഈ തടികൾ. ഷിപ്പിന് ആവശ്യമുള്ള, ഒരു ഷിപ്പിനല്ല പല ഷിപ്പുകൾക്ക് ആവശ്യമുള്ളതായ ഈ തേക്ക് തടികൾ, ടീക്ക് വുഡ്, ടീക്ക് ടിമ്പർ സംഭവം അവിടെ എത്തിക്കുന്നു. അവിടെ നിന്ന് പണിയുന്നു. പണിതിട്ട് ആദ്യ യാത്ര അതിൽ കുറേ ക്രൂസും അത് ഉദ്യോഗസ്ഥരും പിന്നെ അല്ല കുറച്ച് പാസഞ്ചേഴ്സും ഉണ്ടായിരുന്നു. അതിലൊരു കവി ഉണ്ടായിരുന്നു. കവി, ചരിത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ചരിത്രം പഠിച്ചവർക്കും അറിയാവുന്നൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഹിസ്റ്ററി മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്തുള്ള കുഞ്ഞുങ്ങൾക്കറിയാം. ഇത് ഞാൻ ഈ പറയുന്ന കാര്യം അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച്. അങ്ങനെ ഈ ഷിപ്പിൻ്റെ ആദ്യ യാത്രയിൽ അതിൽ കവി ഉണ്ടായിരുന്നു. ഈ കവി ഷിപ്പിലിരുന്നൊരു കവിത ചൊല്ലി. അത് വളരെ മർമ്മപ്രധാനമായ അഭിജിത്ത് സമയത്ത് തുടങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ രചനയും പിന്നെ അദ്ദേഹം തന്നെ ഇത് ഈ ഷിപ്പിലിരുന്നുകൊണ്ട്, ഈ 17 ബീരങ്കി വാഹിനി കപ്പലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അത് പാടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ക്രൂസ് ഉൾപ്പെടെ എല്ലാവരും ഇത് ഏറ്റുപാടി. അതാണ് ഇന്നത്തെ അമേരിക്കയുടെ ദേശീയ ഗാനമായിട്ട് ജന്മം കൊണ്ടത്. ഇതിൻ്റെ ഉത്ഭവം ഭാരതത്തിലാണെന്ന് ഓർക്കണം. ഇനി അടുത്ത സങ്കടത്തോടു കൂടിയാണ് പറയാൻ പോകുന്നത്. കേണൽ പെനിക്യൂസ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ട്. അതിനു മുൻപ് വേറൊരു സായിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എങ്കിലും കേരളത്തെ, ഭാരതത്തെ, ആർഷഭാരതത്തെ മുടിക്കാൻ വേണ്ടിയിട്ട് ജന്മമെടുത്തതായിരുന്നു ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ. എങ്കിലും അങ്ങനെ പറയുമ്പോൾ തമിഴിനത് കേട്ട് കഴിഞ്ഞാൽ, തമിഴൻ കണ്ടു കഴിഞ്ഞാൽ, തമിഴനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ പെനിക്യൂസ്, കേണൽ പെനിക്യൂസ് എന്ന് പറയുന്നത് അവിടെ ദൈവമാണ്. MG രാമേന്ദ്രൻ ഒന്നും മുമ്പിലില്ല തമിഴൻ്റെ. ഈ കേണൽ പെനിക്യൂസാണ് ഇപ്പോൾ അവരുടെ ദൈവം. അല്ലാതെ പിന്നെ വേൽമുരുകനോ അല്ലെന്നുണ്ടെങ്കിൽ പരമശിവനോ പാർവതിയോ ഇതൊന്നും അല്ല, പെനിക്യൂസാണ്. അത് നമ്മൾ പറഞ്ഞു വരുമ്പോഴത് മനസ്സിലാവും. ഇവരിത് പ്ലാൻ ചെയ്തു. ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഡാം ഫിനിഷ്. ആയിരക്കണക്കിന് തൊഴിലാളികളാണ്, കൂടുതലും തമിഴ് വംശജരായിരുന്നു തൊഴിലാളികൾ. ഇന്ന് ചില കാര്യത്തിന് തമിഴിന് വിവരമില്ല, എനിക്കും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അക്കാലത്തെ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ 120, 17, 137 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ചരിത്ര സംഭവമാണ്, ഇന്നും നിലനിൽക്കുന്ന സംഭവമാണ്. വീണ്ടും ഉണ്ടാക്കി അവിടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത മഴയ്ക്ക് അതും പോയി. കേണൽ പെനിക്യൂസ് അവിടെ വന്ന സാഹിബന്മാരെല്ലാം കേണലന്മാർ, അത് കുറഞ്ഞൊന്നുമില്ല, ശിപ്പായിമാരൊന്നുമില്ല, എല്ലാം കേണൽ. കാരണം അവൻ്റെ ആധിപത്യമായി പോയി. പിന്നെ അവൻ പറയുന്നതാണ് ഇവിടുത്തെ രാജാക്കന്മാരുൾപ്പെടെയുള്ളതായ എല്ലാ പ്രജകളും അനുസരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചു. ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളാണ് തമ്മിലടിപ്പിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. വടക്കേണ്ടിയിൽ ഇവൻ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാഹിബ് ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വലിയ വടക്കേണ്ടിയിൽ എന്ന് പറയാം ഈ ഭയങ്കര ഗോഭക്തിയാണ്. ഗോ എന്ന് പറയുക കൗ, പശു. ഭയങ്കര ഭക്തി എന്ന് പറയുക ഭയങ്കര ഭക്തിയാണ്. സാഹിബും പട്ടാളവും അവിടെ ക്യാമ്പ് ചെയ്തു ഒരു പ്രത്യേക സ്ഥലത്ത്, UP ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചുറ്റിനും 15-18 ലെയർ
പശുക്കളെ ഇവരുടെ ക്യാമ്പിന് ചുറ്റും അങ്ങ് പെയറാക്കി ഇട്ടു. അതിന് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ചത്തുപോയി കഴിഞ്ഞാൽ ഇവൻ്റെ തല പോവുകയല്ലേ. അതുകൊണ്ട് അതിന് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെ കിടക്കാനുള്ള സൗകര്യം. അപ്പോൾ നമ്മുടെ രാജാക്കന്മാരും പട്ടാളവും കൂടെ ഇവനെ ആക്രമിക്കാൻ ചെല്ലുകയാണെങ്കിൽ, ഇവനെ ഒതുക്കാൻ ചെല്ലുകയാണെങ്കിൽ, ഇവൻ്റെ തല തല്ലി തകർക്കാൻ ചെല്ലുകയാണെങ്കിൽ ഈ പശുക്കളെ കൊന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ, വ്യൂഹത്തിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ. അതവൻ ഇവിടെ വന്നിട്ട് നമ്മുടെ മഹാഭാരതം പഠിച്ചിട്ട് പശുക്കളെക്കുറിച്ചും പത്മവ്യൂഹത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടാണ് ഇതിന് ഈ ഒരു ബുദ്ധി ഇറക്കിയത്. അത് വടക്കേണ്ടിയിലെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് ഒരിക്കൽ പറയാം. അങ്ങനെ കേണൽ പെനിക്യൂസ് ഇവിടുന്ന് അങ്ങ് മുങ്ങി ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്തു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നങ്ങളങ്കട. അത് മാത്രമല്ല, രണ്ടാമത്തെ പ്രാവശ്യം അതിൽ കൂടുതൽ തൊഴിലാളികളാണ് ഇത് നശിച്ചപ്പോൾ. അറേബ്യൻ കടലിലൊന്നും എത്തിയിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടം വരെ ചെല്ലാനുള്ളൂ. ഈ കല്ലും ഇടിച്ച് പറിച്ച് ഇങ്ങോട്ട് വരുന്നതല്ലേ. ഓരോ ഇത് നിങ്ങൾ അസ്ഥികൂടങ്ങളാണ് അന്നത്തെ തൊഴിലാളി. ഇന്നത്തെ തൊഴിലാളികൾ അസ്ഥികൂടങ്ങൾ തന്നെ. എങ്കിലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വല്ല ബ്രെഡോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കഴിക്കാനുണ്ട്. അന്ന് അതില്ലല്ലോ. അന്ന് പിന്നെ ഇത് കനികളും കാര്യങ്ങളൊക്കെ അല്ലേ. കുറേ ആദിവാസികളെല്ലാം കൂടെ പിടിച്ച് നിർത്തിയാണല്ലോ ഇത് പണിയിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിവേ ആ സമയം പെനിക്യൂസ് മുങ്ങാൻ കാരണം രണ്ടാമത്തെ ഇത്രയും തൊഴിലാളികളുമായിട്ട് ഈ രണ്ടാമത്തെ ഡാമും പോയി കഴിഞ്ഞപ്പോൾ പിടിച്ചു നിലയില്ല. ആരെങ്കിലും ദൂരം അവൻ്റെ തലക്കിട്ടെറിഞ്ഞാൽ അവൻ ഇത് വെച്ചിട്ടുണ്ട്, കവചകുണ്ടലമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കത്തി എറിയാൻ അറിയാവുന്നില്ല, അസ്ത്രം എറിയാൻ അമ്പ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ദൂരം നിന്ന് കാറ്റിയാലും സംഭവം തീർന്നു പോകും. സായിപ്പിനില്ലയോ ജീവനും ഉത്ഭയവും കാര്യങ്ങളൊക്കെ. അങ്ങനെ സായിപ്പ് അങ്ങ് മുങ്ങി. ഇവിടെ ആ സമയത്തൊരു മീറ്റിംഗ് നടന്നു. തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും മലബാറിലെ കോഴിക്കോട് സാമൂതിരി അദ്ദേഹവും. കാരണം ഓരോരുത്തരും ഇങ്ങോട്ടും ഉള്ളുകൊണ്ട് ശത്രുക്കളല്ലല്ലോ, എല്ലാവരും രാജാക്കന്മാരല്ലേ. രാജാക്കന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ വിവരം എന്ന് പറയുന്നത് അഗാധമാണ്. അല്ല ഇന്നത്തെ 3ാം ക്ലാസ്സും തിരുവാതിരയും പഠിച്ചിട്ട് നമ്മുടെ മണി അദ്ദേഹത്തെമാരെയൊക്കെ അല്ലെങ്കിൽ അച്ചുമാവനെ അദ്ദേഹത്തെ പോലൊക്കെ തന്നെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവനൊക്കെ ഇവിടെ ഭരിക്കുക. അന്ന് അതല്ല. രാജാവ് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നും രാജാവ് തന്നെയാണ്, സോളിഡാണ്. ഞാൻ ഒരു രാജഭക്തനാണ്. ഞാൻ ജനാധിപത്യത്തെ ഒരിക്കൽ പോലും വിശ്വസിക്കുന്നവനല്ല, സോഷ്യലിസത്തെ ഒരിക്കൽ പോലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഇത് ഞാൻ പല വേദിയിലും പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരൊറ്റ ആളായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്, ഒരാൾ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ 600 ശിക്ഷ എണ്ണത്തിന് 603 മറ്റോ ഉണ്ടെന്ന് പാർലമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു മണിമന്ദിരത്തിനകത്ത്. ഇവിടെ ഏതാണ്ട് 140 മറ്റോ ഉണ്ട്. ആ കൂടി 14 ജില്ലയേ ഉള്ളൂ. വേണ്ട KSRTCയുടെ കണക്ക് വെക്കുക, അതിൽ 15 ജില്ല. 15 എണ്ണം പോരായോ? എല്ലായിടത്തും അതായത് സിവിൽ സർവീസുകാർ ഓരോ ജില്ലയ്ക്കും 10ഉം 12ഉം എണ്ണം ഉണ്ട്, ആദ്യം ഉൾപ്പെടെ. SHO മുതൽ മുകളിലോട്ടുള്ളത് IPSകാർ വേറെ, ഓരോ ജില്ലയ്ക്കുള്ളതാണ്. എന്നാൽ പിന്നെ ജനാധിപത്യമാണെങ്കിൽ ഒരു ജില്ലയ്ക്ക് ഒരു MLA പോരായോ? ഈ 140 എണ്ണം കൂടെ കൂടിയിട്ട് ഈ സാധുക്കളെ പിഴിഞ്ഞ്, അതായത് ഞാൻ ഉൾപ്പെടെയുള്ളതായ സാധുക്കളെ ഞെക്കിപ്പിഴിഞ്ഞ്, ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഓട്ടയുണ്ടായിരുന്നു, 2-3 ഓട്ട കാണും. ആ ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നു, ഇച്ചിരി ഉപ്പോ അല്ലെ പഞ്ചസാരയോ അല്ലെ എന്താ വേണ്ടുന്നത് അത് ഇട്ട് സോഡായോ അല്ലെ പച്ചവെള്ളം ഒഴിച്ച് കലക്കി അവനങ്ങ് വിഴുങ്ങുന്നു. ഈ 600 എണ്ണത്തിൻ്റെ ആവശ്യം എന്തോ 603 മറ്റുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്തോ? ഒരാൾ ഭരിക്കുകയാണെങ്കിൽ ബാക്കി ഈ സിവിൽ സർവീസുകാരെ ഓരോ ജില്ലയുടേതും ഓരോ താലൂക്കിൻ്റേതും അന്തസ്സുറ്റ ഭരണം കാഴ്ചവെക്കും. കാരണം ഒരുത്തനാണ് ഭരിക്കുന്നത്.
അതിനകത്ത് കോണ്ടസ്റ്റ് ഇല്ല, അതായത് രാഗത്തില്ല. ഈടാന്ന് പറയും കിടക്കണം. ആ രൂപത്തിൽ കമാൻഡിങ് പവറുള്ള ആളായിരിക്കണം. അതിന് പറ്റിയതെന്ന് പറയുന്നത് ആർമി, എയർഫോഴ്സ്, നേവി, ബോർഡർ റോഡ്, ഗ്രഫ്. ഇതിലെ ഈ 5 എണ്ണമാണ് നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. ഈ ബോർഡർ റോഡും ഗ്രഫും എന്ന് പറയുന്നത് ഡിഫൻസിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലാണ്. ബോർഡർ റോഡ് ഉണ്ടാക്കുക, അതിൻ്റെതായ വേണ്ടത് മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ളതായ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ഇത് ഗ്രഫും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അവിടെ ഇവിടെ ഒരൊറ്റ നോട്ടം മതി. ഈ പറയപ്പെടുന്നതായ മൊബൈലിൽ, ഇപ്പോഴും മൊബൈൽ, നേരത്തെ ഈ മൊബൈൽ ഇറങ്ങുന്നതിന് മുമ്പേ മംഗളം, മനോരമ, അതിൽ ഞാൻ ആ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, അതിനകത്ത് ഇക്കിളി വാരിക വരുമായിരുന്നു. അതും വായിച്ച് സുഖിച്ച് അങ്ങനെ ഇരിക്കും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു ഒറ്റ സംഭവമേ ഉള്ളൂ. ആ ചേട്ടാ, അല്ലെങ്കിൽ ഇടോ ഇപ്പോൾ ആ സെക്ഷനിലെ ആൾ വന്നിട്ടില്ല, ഏതാ അവനും അവളും കൂടെ ബാത്റൂമിലാണ്, സെക്ഷനിലെ സാർ വന്നിട്ടില്ല. അപ്പോൾ എന്ന് വരും? നാളെ ഒന്ന് വന്ന് നോക്കാൻ എന്ന് ചോദിക്കും. എന്ന് വരും? മറ്റന്നാൾ വാടോ, തൻ്റെ കാര്യം സാധിച്ചേക്കാം. അങ്ങനെ പറഞ്ഞു വിടുന്ന കുറേ ചെറ്റകളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. എന്തുകൊണ്ട്? ഈ ജനാധിപത്യം ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ആ രൂപത്തിലേ നീങ്ങുള്ളൂ. അത് മാത്രമല്ല, ഈർക്കിലി പാർട്ടിക്കാണെങ്കിൽ പോലും ഉണ്ട് അവർക്കൊരു യൂണിയൻ, എൻജോയ് യൂണിയൻ, മറ്റേ യൂണിയൻ, അവൻ്റെ അമ്മയുടെ മറ്റേ യൂണിയൻ, ആ യൂണിയൻ, ഈ യൂണിയൻ, അതിലെ യൂണിയൻ, ഇതിലെ എവിടെ കൂടെ നോക്കിയാൽ യൂണിയൻ. ഒരു നയാ പൈസയുടെ ഉപകാരം ഈ രാജ്യത്തിനുണ്ടാകത്തില്ല ഈ ജനാധിപത്യം നടന്നുള്ള കാലം. അത് മനസ്സിലാക്കിയ കേണൽ പെനിക്യൂസ് ഇവിടുത്തെ സംഭവങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ രാജാക്കന്മാർ 3 പേര്, സച്ചാസ് തിരുവിതാംകൂർ മഹാരാജാവ്, കൊച്ചി മഹാരാജാവ്, കോഴിക്കോട് സാമൂതിരി, ഈ 3 പേരും കൂടെ ഒരു മീറ്റിംഗ് നടത്തി. ഏതായാലും ഇങ്ങനെ സംഭവമുണ്ട്, നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാമല്ലോ ഈ ഡാം കെട്ടിക്കഴിഞ്ഞാൽ ജലം. അങ്ങനെ ആ തീരുമാനത്തിൽ മൊത്തം ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ്, മൂലം തിരുനാൾ മഹാരാജാവിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ അതിൻ്റെ അടുത്ത നടപടി എടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ അന്ന് കേരളമായിട്ടില്ല, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഇങ്ങനെ 3ആയിട്ട് ഉള്ള ക്ലാസിഫിക്കേഷനിൽ കിടന്നതാണ്. ഈ തിരുവിതാംകൂർ, കൊച്ചിയും മലബാർ ഈ ഭാഗങ്ങളിലെ ഏറ്റവും വലിയ വാസ്തു ജ്യോതിഷം അറിഞ്ഞെങ്കിൽ മാത്രമേ വാസ്തു ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജ്യോതിഷം കംപ്ലീറ്റായിട്ട് അറിയാവുന്ന, മൊത്തമായിട്ട് 100% അറിയാവുന്ന ഒരാളിനെ കൊണ്ടേ വാസ്തു ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു ജ്യോതിഷം മാത്രം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗണകന് വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം 25%, മാക്സിമം 30% മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ വാസ്തുക്കാരനതല്ല, ജ്യോതിഷം മൊത്തമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ തപ്പി എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പാരൂക്കുഴി ദേവേന്ദ്രൻ, അന്ന് എൻ്റെ 22 വയസ്സേ ഉള്ളൂ, തിരുവിതാംകൂറിൻ്റേതും കൊച്ചിയുടേതും പല ഭാഗങ്ങളിലെ ദേവാലയങ്ങൾ, കൊട്ടാരങ്ങളുടേതായ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ചീഫ് എഞ്ചിനീയർ, അക്കാലത്തെ ചീഫ് എഞ്ചിനീയറാണ് അദ്ദേഹം. അറിവിൻ്റെ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയതുകൊണ്ട് പറയല്ല, സംസ്കൃതം ഉൾപ്പെടെയുള്ളതേ ഭാഷ, കൂടാതെ താളിയോല ഗ്രന്ഥങ്ങളിലെ ഋഷീശ്വരന്മാർ എഴുതി വച്ചിരിക്കാതെ ആ ലാംഗ്വേജിൽ കൂടി ലാംഗ്വേജ് പഠിച്ചിട്ട് അതിൻ്റേതായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ഏറ്റുമാനൂർ അമ്പലം, പിന്നെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് കൊച്ചി മഹാരാജാവിൻ്റെ ക്ഷണപ്രകാരം ഇവിടെ കൊച്ചിയിൽ ചെട്ടി എന്ന് പറയുന്ന ആ വിഭാഗക്കാരുടെ ഒരു 4 കെട്ടാണ് ആ ഒരു ദേവാലയം എന്ന് പറയുന്നത്, അവരുടെ സ്വന്തം ദേവാലയം. അതാണ് അതിലാണ് പുള്ളി ഫേമസ് ആകുന്നത്, ഫേമസ് ആകുന്നത്. അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവ് ഇദ്ദേഹത്തെ ദൂതന്മാരെ വിട്ട് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, പ്രഭു ഇപ്പോൾ വരാൻ പറ്റില്ല, അതിനുള്ള സമയമായിട്ടില്ല, ഇന്നതുപോലെ ഇന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അവിടെ കൊട്ടാരത്തിൽ ചെന്നതിന് ശേഷം അവിടുന്ന് കാര്യാദികളൊക്കെ പറയുന്ന രീതിയിൽ ഇന്നടത്ത് നമുക്ക് മുല്ലയും പെരിയാറും കൂടുന്നതായ ആ വനാന്തരത്തിൽ നമുക്കൊരു ഡാം കെട്ടണം, 2 പ്രാവശ്യം അത് പൊളിഞ്ഞു പോയതാണ്, അതിൻ്റേതായ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇദ്ദേഹം പറഞ്ഞു നമുക്ക് മാൻതോലിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഗ്രാൻഡ് ഫാദർ പാരുക്കുഴി ദേവേന്ദ്രൻ ആചാര്യ. ഈ പാരുക്കുഴി ദേവേന്ദ്രന് കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചി കൊട്ടാരത്തിൻ്റേതായ പല ഭാഗങ്ങളും ഇതിനോട് ആഡ് ചെയ്തിട്ട്, കാരണം നമ്മൾ കണക്കൊപ്പിക്കണം, ഓരോന്നിൻ്റെ അംശം വെക്കണം. അങ്ങനെ
അതിൻ്റേതായ അംശത്തിലൊക്കെ ഉണ്ടാക്കി അത് ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ കീഴിൽ കുറേയേറെ കാർപ്പൻറ്റേഴ്സ്, മേസൺസ് എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പാലുകാച്ചിൻ്റെ ഈ പാലസ് ഫോമിങ്ങിൻ്റെ അന്ന് അതിൻ്റെ 2-3 ദിവസം പറഞ്ഞു എല്ലാവരും ഇവിടെ മരപ്പണി ചെയ്തിട്ടുള്ള ഓരോ അഭ്യുതകാംക്ഷികളും മഹാരാജാവിൻ്റെ വാക്കുകളാണ്. ഓരോ ശില്പങ്ങളുണ്ടാകും. ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ആ ക്ലാരിറ്റി, ക്വാളിറ്റി, മീനിങ്, അർത്ഥം ഇതെല്ലാം കൂടെ യോജിച്ചിട്ടാണല്ലോ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ മാതിരി പെണ്ണിനെ കൊടുത്ത് കള്ളും കൊടുത്ത് കുറേ കാശും കൊടുത്ത് കഴിയുമ്പോൾ ഏത് സിനിമാറിനൊന്ന് അടിക്കോ അല്ലെങ്കിൽ ഇവർക്ക് അവാർഡ് കിട്ടും. അതുപോലെ എഴുത്തുകാർക്കൊക്കെ കിട്ടും. അത് അടുക്കി വെച്ചിരിക്കുക. അത് ഈ പെണ്ണിൻ്റെയും കള്ളിൻ്റെയും പണത്തിൻ്റെയും ഇതുകൊണ്ടാണ് പിന്നെ അവർക്ക് അവാർഡ് ഇന്നതുപോലെ അർജുന അവാർഡൊക്കെ കിട്ടുന്നതൊക്കെ എന്ന് പറയുക അത് വലിയ അത് പോട്ടെ, ആ സബ്ജക്റ്റ് അങ്ങ് വിടാം. അങ്ങനെ എല്ലാവരുടെയും സൃഷ്ടി മഹാരാജാവ് പരിശോധിച്ചു, മഹാമന്ത്രി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനത്തതാണ് പാരുക്കുഴി എന്ന് പറയുന്ന ആളിന് വേറൊരു വീക്ക് പോയിൻ്റ് ഉണ്ട്. ഈ എന്താണ് കറുപ്പെന്ന് പറയുന്നത് ഒരു ഇതുണ്ട്. അത് കഞ്ചാവിൽ നിന്നോ മറ്റോ വാറ്റിയെടുക്കുന്നതാണ്, ലഹരിയാണ്. അഫീമെന്നോ ഇംഗ്ലീഷിലാണ് അഫീമെന്നാണോ അതോ അങ്ങനെയുണ്ടാ പറയുന്നതിന്. ഇത് കഴിക്കുന്ന ആളാണ്. അദ്ദേഹം രാത്രിയെ പണിയത്തുള്ളൂ. ഡിസൈൻ ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഡിസൈനായിരിക്കും. അത് രാജാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നും അത് നിലനിൽക്കുന്നുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനെ വളരെയധികം കമ്പൽ ചെയ്യുന്നുണ്ട്, പ്രലോഭിപ്പിക്കുന്നുണ്ട്. എടുക്കടാ ആയുധം എന്ന് പറയുന്നത് ഇവർ അളിയന്മാരല്ലേ. അങ്ങനെ അവസാന ഘട്ടത്തിൽ തീരെ നിവൃത്തിയില്ല, മനസ്സോടെ അതൊക്കെ മാറി ഏകചിന്ത, ഞാൻ എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അതിലെ പ്രജകൾ, മാതാപിതാക്കളോ മാതുലിനോ ഒന്നുമല്ല. എൻ്റെ രാജ്യം എന്ന് പറയാം എൻ്റെ പ്രജകൾ, സബ്ജക്ട്സ്, അവരെ സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കിടത്തിയിട്ടിരിക്കുകയാണ് അമ്പും വില്ലും. അത് എടുത്തിങ്ങനെ കൊണ്ടുവരുന്നതായ ആ ഒരു ഭാവം, അതിനാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് കഴിക്കും. കൂടാതെ സ്ത്രീലംബടനും കൂടെ ആയിരുന്നു. സുന്ദരക്കുട്ടപ്പൻ. അതറിയണമെന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ല, മറിച്ച് എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട NSS എന്ന ആ സംഘടനയുടെ തലതൊട്ടപ്പനായ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നതായ ആ മഹായോഗിയുടെ ശരീരഘടനയും മുഖവുമെല്ലാം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ്. അത് ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് കടന്നു പോയിട്ടുള്ളതായ എൻ്റെ ബന്ധുക്കളായിട്ടുള്ളതായ ആളുകൾ. അപ്പോഴവർക്ക് എത്ര വയസ്സുണ്ട്? ഒരു 70-80 കൂട്ടുക. അപ്പോൾ 8 5 13 130 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ആ ജനിച്ച ആളുകൾ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതായ ഒരു കാര്യമാണ്. ഇതുവരെയാണ് അദ്ദേഹത്തിൻ്റെ ഷേപ്പ്. എണ്ണച്ചായ ചിത്രം അദ്ദേഹത്തിൻ്റെ വരച്ചിരുന്നു, പക്ഷെ അത് ഇവിടെയോ ആരോ കൊണ്ടുപോയി. അങ്ങനെ ഇദ്ദേഹത്തിന് ആ ഒരു അഭിമാനപ്പേര് കൊടുത്തു, അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത്, അംഗീകാരം. ഈ അംഗീകാരം കൊടുത്തു പാരുക്കുഴി ദേവേന്ദ്രൻ എന്നുള്ളത്. അതിനകത്ത് സെക്സാണത്, ഒരു തെറിയത് പാരുക്കുഴി എന്നുള്ളത്. അത് ശരിക്കും ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്താണെന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞിരുന്ന് ചിരിച്ചിട്ടുമുണ്ട്, ബാറിലൊക്കെ ഇരുന്നിട്ട് പറഞ്ഞ് ചിരിച്ചിട്ടുമുണ്ട്. അല്ലാതെ സിംഗിളായിട്ട് അടിക്കുമ്പോഴും സിംഗിളായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ ഓഫീസിൻ്റെ പ്രത്യേകം താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടുന്ന് ഞങ്ങൾ അടിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കാറുണ്ട്. അങ്ങനെ
അക്കാലത്ത് ഈ പറയപ്പെടുന്നതായ ഈ മാൻതോലിൽ ഇതിനെ ഡിസൈൻ ചെയ്യുകയാണ്. രാശി വെച്ചിട്ടാണ്, ശരിക്കും രാശി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇവർ മഹാരാജാവ് ഉൾപ്പെടെ കണ്ടിട്ടുള്ള സ്ഥലമല്ല ഇവർ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ പെനിക്യൂസിൻ്റെ അണിയാളുകളുടെ കൂടി ഈ ഡാം വെച്ചത് 2 പ്രാവശ്യം വെച്ചതും പൊളിഞ്ഞു പോയി. അവിടുന്ന് എന്തെങ്കിലും ചേഞ്ചസ്, അനുമാനമാണ്. മൂക്കിൽ നിന്ന് പോകുന്നതായ ശ്വാസത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ലെങ്ത് വൈസ് വിഡ്ത്ത് വൈസ് അതുവരെ കണക്കൂട്ടുന്നതാണ്. 2 പേരായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ഒന്ന് ആറന്മുള ഗണകൻ, 2 പാരുക്കുഴി. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയതുകൊണ്ട് ഞാൻ ആത്മപ്രശംസ നടത്തുകയല്ല, മറിച്ച് ഇവർ 2 പേരായിരുന്നു. ഇവരെല്ലാവരും കൊട്ടാരം ആളുകളായിരുന്നു. കൊട്ടാരത്തിലെ വിഹിതമാണ് ഇവർക്ക് അവരുടെ ജീവിതോപാധി എന്ന് പറഞ്ഞാൽ അന്നം, വസ്ത്രം, ജലം, ഇതെല്ലാം. ഇവിടുന്ന് ഡിസൈൻ ചെയ്തു, മാൻതോലിലെല്ലാം ഡിസൈൻ ചെയ്തു, പല ഡിസൈനുകൾ ചെയ്തു, ഇന്നതുപോലെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഡാം ഇന്ന് 3/4 കിലോമീറ്റർ താഴെയായിരുന്നു പെനിക്യൂസിൻ്റെ ആളുകളും കൂടി ഈ 2 പ്രാവശ്യം പണിതു. അത് അമ്പയെ പരാജയപ്പെട്ടു. ഇനിത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേക ദിനത്തിൽ രാജാവും പരിവാരങ്ങളും ഒപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ, അതിന് വേണ്ടുന്നതായ മറ്റ് ശില്പികൾ, മൺവെട്ടി, കോടാലി, പിക്കാസ് എന്ന് വേണ്ട അതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, പാറ പൊട്ടിക്കാനുള്ളതായ ഇത് കമ്പി, അത് തന്നെ പാറ പൊട്ടിക്കാൻ കമ്പി, പിന്നെ തിരിയ്, കരിമരുന്ന്, ഇതെല്ലാം ആയിട്ടാണ്, പാറപ്പൊടി, ഇതെല്ലാമായിട്ടാണ് ഇവർ പോകുന്നത്. കുതിരവണ്ടി ചെല്ലാവുന്നവർ എത്തി, പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല. കാട്ടുമൃഗങ്ങളുടെ ഭയങ്കര ശല്യം. ഇപ്പോൾ വയനാട്ടിലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട്, അതായത് കൂട്ടിനകത്ത് കയറ്റി കേരള ബോർഡറിലോട്ട് തുറന്നു വിടുന്നു. അവരിങ്ങോട്ട് കയറിയിട്ട് വയനാട് അല്ലെങ്കിൽ ഏതോ ഇടുക്കി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അത് ശല്യം ചെയ്യുന്നു. അന്നത്തെ മൃഗങ്ങൾ അതല്ല, സത്യസന്ധരായിരുന്നു. ഇപ്പോഴും സത്യസന്ധത തന്നെ ഉണ്ട്. ആ മൃഗങ്ങൾ ഇവരെ ഉപദ്രവിച്ചില്ല. അവിടെ പോയി ഇവർ തമ്പടിച്ചു. ആദ്യം ഇവിടം പരിശോധിച്ച്, ഈ ഡാം 2 പ്രാവശ്യം കിട്ടിയത് അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ രാശിവശാൽ അവിടുന്ന് 3/4 കിലോമീറ്റർ വീണ്ടും കിഴക്കോട്ട്, അതായത് മുകളിലേക്ക് മാറി വേണം ഡാം നിർമ്മിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മഹാരാജാവും എല്ലാവരും തമ്പടിക്കുന്നു. അവിടെ വീണ്ടും പല പ്രാവശ്യം രാശി വെക്കുന്നു. ശരി, അവിടെ തന്നെ അങ്ങനെ കുറ്റിയടിക്കുന്നു. പുല്ലൂർക്കാരൻ ഒരാളുണ്ടല്ലോ, എന്നെ ഈ കഴിഞ്ഞ ദിവസം കുറ്റിയടിക്കണമെന്ന് പറഞ്ഞു, മുല്ലപ്പെരിയാറിന് കുറ്റിയടിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എവിടാ കുറ്റിയടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പേര് ഞാൻ പറയുന്നില്ല, ഫോൺ നമ്പർ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവിടോട്ടങ്ങ് നിന്നാൽ മതി, കുറ്റി ഞാൻ അടിച്ചു തരാം കേട്ടോ. കേട്ടില്ല എങ്കിൽ ഒന്നുകൂടെ പറയുന്നു, അവിടെ നേരെ അങ്ങ് നിന്നാൽ മതി, കുറ്റി ഞാൻ അടിച്ചു തരാമെന്ന്. മുകളിലോട്ട് വേണമെങ്കിൽ മുകളിലോട്ട്, താഴോട്ട് വേണമെങ്കിൽ താഴോട്ട്. പരിഹാസത്തിന് കൊണ്ടിടോ ഒരു 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 പരിധി. അങ്ങനെ കുറ്റി എല്ലാം അടിച്ചു, അതിൻ്റെതായ നിർണ്ണയം എല്ലാം നടത്തി. ആദ്യം തന്നെ മഹാരാജാവാണ് ആദ്യത്തെ പിക്കാസ് 3 പ്രാവശ്യം കൊത്തി. ആ മണ്ണ് എത്രയോ വർഷക്കാലം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവ് എനിക്കുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴും ഉണ്ടായേക്കാം, നശിപ്പിക്കത്തില്ല. കൊട്ടാരത്തിൽ കിട്ടുന്ന ഒന്നും നശിക്കത്തില്ല. പണി ആരംഭിച്ചു. ഏതാണ്ട് ഒരുമാതിരി 80% ആയെന്ന് കണ്ടപ്പോൾ പെനിക്യൂസിങ് എത്തി. പെനിക്യൂസ് എത്തിയതിന് ശേഷം പെനിക്യൂസിൻ്റെ അക്കാലത്തെ ഒരു വാർത്താ സമ്മേളനം, എൻ്റെ ഇംഗ്ലണ്ടിൽ കിടന്നതായ പ്രോപ്പർട്ടി എല്ലാം വിറ്റിട്ട് ആ പണവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട്. അന്ന് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ 1 രൂപ എന്ന് പറയാൻ 100 പൈസ, 1 രൂപ. ആ 1 രൂപ ഇംഗ്ലണ്ടിൽ 134 രൂപയായിരുന്നു പറയാൻ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ന് നമ്മുടെ കറൻസി എവിടെ? ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ കറൻസി നീങ്ങത്തില്ല. അക്കാലത്ത്, അതായത്
1886 കാലയളവിലാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്, ഈ മുല്ലപ്പെരിയാർ ഡാം. അക്കാലയളവിൽ നമ്മുടെ 1 രൂപ അവൻ്റെ 134 രൂപയാണ്. അവിടെ അവനാക്കൂടെ 3 സെൻറ്റ് ഒരു കൂരയുണ്ടായിരുന്നു. അതും കുറേ പാട്ടയും തുരുമ്പും പിന്നെ ഷേവ് ചെയ്തതിൻ്റെ ബാക്കിയോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ കൂട്ടി വിറ്റിട്ട് ആണ് വന്നിരിക്കുന്നത്. അവൻ്റെ പ്രോപ്പർട്ടി വിറ്റെന്ന് ഒരു കിഴങ്ങുമില്ലായിരുന്നു ഇവനൊക്കെ. ആർഷഭാരതത്തിൽ നിന്ന് കൊണ്ടുപോയ സ്വത്തുക്കളാണ്. അതായത് സെവന്തകം മണി ഉൾപ്പെടെ. ഇത് അങ്ങനെ ഈ ഡാം അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കൊടുത്തിരുന്നു 120 വർഷം ആയുസ്. മനുഷ്യൻ, ആന, ഇവർക്ക് 2 പേർക്കുമാണ് ദീർഘായുസ്സുള്ളത്. 120 വർഷമാണ്. അതിൽ കൂടുതൽ നിൽക്കും. സമുച്ചയങ്ങളെ സംബന്ധിച്ചും 400 വർഷമായ സമുച്ചയങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. ഇവിടെ സാഹിബ് ഏറ്റെടുക്കുകയാണ്. അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നു, 99 വർഷത്തേക്കുള്ള ലീസ്. അത് 999 ഇവൻ ഇതിനകത്ത് എഴുതി വെച്ചത് സാഹിബുമാർ. അതിന് മുൻപ് ഇവർ നിയമം എഴുതിയായിരുന്നു. 1883 5-8 സാഹിബുമാർ വളഞ്ഞിരുന്നിട്ട് നടുക്ക് കഞ്ചാവും പാത്രവും വെച്ചിട്ട് അല്ലെങ്കിൽ ലഹരി പാനീയങ്ങളും ഒക്കെ വെച്ചിട്ട് വട്ടത്തിലിരുന്നാണ് ഇന്ത്യൻ നിയമം എഴുതിയത്. ആ നിയമം ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ബലാത്സംഗം 376, 377 അണ്ടർ സെക്ഷൻ. അതിൻ്റെ മാറ്റം വരുത്തത് ഒരു ഒബ്ലിക്ക് കൊടുക്കും. ഒബ്ലിക്ക് കൊടുത്തിട്ട് എന്നൊരു അടൽ ചൊല്ലി വീണ്ടും നിയമസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒബ്ലിക്ക് കൊടുക്കും. 2000 ബി 376-77 ഒബ്ലിക്ക് 2024 ബ്രാക്കറ്റിൽ ഫെബ്രുവരി എഫ്. എന്താണ് ഈ എഫ്? അത് ഇംഗ്ലീഷ് അറിയാവുന്നവരെ മനസ്സിലാക്കിയാൽ മതി എഫ് എന്താണെന്നുള്ളത്. ഒരുപാട് അർത്ഥമുള്ളൂ. അതില്ലെങ്കിൽ അടുത്ത തലമുറ ഇല്ലതാനും. അവിടെ കൊണ്ട് തീരുക അതിൽ എഫ് ഇല്ലെങ്കിൽ. അങ്ങനെ ഇത് കമ്മീഷൻ ചെയ്തു. രാജാവ് ഒപ്പിടാൻ നോക്കും. പുള്ളി മഹാരാജൻ, തിരുനാൾ മഹാരാജൻ ഇത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് അവിടെ വെച്ച് നിർബന്ധം തോക്ക് ചൂണ്ടിട്ടല്ലേ ഒപ്പിടിപ്പിക്കുന്നത്. സാഹിബിൻ്റെ വലയത്തിലല്ലേ. ആൾ മഹാരാജാവാണ്, തിരുവിതാംകൂർ മഹാരാജാവാണ്. പക്ഷേ തോക്കിന് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, ഞാനിതിൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാനിതിന് ഒപ്പിടുന്നത്. കാരണം 99 വർഷം അന്ന് നിന്നത് 99 വർഷത്തെ ലീസാണുള്ളത്. പിന്നെ ഓരോ 9 എവിടുന്ന് വന്നു? ഒമാർ കൂട്ടിയിട്ടു. അങ്ങനെ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇദ്ദേഹം മടങ്ങുന്നു. 1947 അടുത്തപ്പോൾ ഇവിടെ ഒരു വിപ്ലവം എന്ന് പറയുക ഗുസ്തിപിടിയല്ല, മാറ്റം എന്നാണ് വിപ്ലവത്തിൻ്റെ മീനിങ്. പയ്യനായ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിരനാൾ മഹാരാജ് വിദേശ രാജ്യങ്ങളൊക്കെ പോയി ശരിയായ ഉപരിപഠനങ്ങളും അതിൻ്റെ മണ്ടയ്ക്ക് ഉപരിപഠനങ്ങളും ബാല്യത്തിൽ എല്ലാവിധ അഭ്യാസങ്ങളും അക്ഷരങ്ങളും ഒക്കെ പഠിച്ച് അതിനുശേഷം മറ്റു ചില രാജഭരണത്തെക്കുറിച്ച് പഠിക്കാൻ പോയതല്ല, അല്ലാതെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ ഡെവലപ്മെൻറ്റ് അതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ പഠിച്ച് മടങ്ങി വന്ന അദ്ദേഹം പറഞ്ഞു, ഇതാ നമ്മൾ പെരുമ്പറ കൊട്ടിയിട്ടാണ് പറയുന്നേ, ഇന്നതുപോലെയാണ്. ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഡീകമ്മീഷൻ ചെയ്യുന്നതായ കാലം കഴിഞ്ഞിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഇത് തമിഴിന് വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ച് നമ്മളിലേക്ക് വരില്ല. അത് ക്യാൻസൽ ചെയ്യണം. ആ എഗ്രിമെൻ്റ് മൂലം തിരുനാൾ സർവശ്രീ മൂലം തിരുനാൾ
ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതായ ഈ എഗ്രിമെൻ്റ് അത് ക്യാൻസൽ ചെയ്തേ പറ്റുള്ളൂ. സായിപ്പിനെ സംബന്ധിച്ചാകുമ്പോൾ പോയേ പറ്റൂ. അതിന് കാരണം ഇവിടുത്തെ ഈ കുറ്റം പറയല്ല, ക്ഷമിക്കണം, പരമാവധി റെസ്പെക്റ്റോടു കൂടി പറയുകയാണ്. മോഹൻചന്ദ് കരംചന്ദ് ഗാന്ധി പിന്നെ സത്യാഗ്രഹം ചെയ്തുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നെഹ്റുവിൻ്റെ പിതാവ് മോട്ടിലാൽ നെഹ്റുവും ഇന്ദിരാ പ്രിയദർശിനിയൊക്കെ പിന്നെ സമരം ചെയ്തുകൊണ്ടൊന്നും അല്ല സാഹിബ് വിട്ടുപോയത്. ഇന്ത്യ വളഞ്ഞു. INA, ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ളതായ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് യാതൊരു കാരണവശാലും ഇവിടെ വിട്ടുപോയേ പറ്റൂ. എൻ്റെ കഴുത്ത് വെട്ടിക്കോ. ഇപ്പം ഞാൻ എറണാകുളത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ഇത് ലൈവാണ്. കേൾക്കുന്നവർ കേൾക്കാം, കാണുന്നവർക്ക് കാണാം. ഒരു കാരണവശാലും ഇവിടുത്തെ ഇക്കാലത്തും കോൺഗ്രസ്സുകാർ ഇത് പിന്നെ സമരം ചെയ്തുകൊണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഭാര്യയുമായിട്ടുള്ള ആ ഒരു ഇച്ചിക്കാര്യം പിന്നെ ഇവർ ശത്രുക്കളാന്ന് നടക്കുമോ? ഡാൻസ് എന്നാണ് എന്നോട് പത്രക്കാർ അല്ലെങ്കിൽ ചാനലുകാർ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ എഴുത്തുകാരൊക്കെ എല്ലാം ഇച്ചിച്ച് പരിപാടിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ആ സൈസായിരുന്നില്ല, അദ്ദേഹത്തെ ഒതുക്കി കളഞ്ഞു. പക്ഷേ എങ്കിലും ആയില്ല. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രനാൾ മഹാരാജാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ എഗ്രിമെൻ്റ് മാറ്റി എഴുതുന്ന സാഹിബ് കളഞ്ഞു പോവും, പിന്നീട് ഇത് അങ്ങ് ഉറയ്ക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ഒരനക്കവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അച്യുത മേനോൻ എന്ന് പറയുന്നതായ ആൾ മുഖ്യമന്ത്രിയായി. നല്ല പാകം. അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ദിരാ പ്രിയദർശിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട് നന്നാക്കാനൊന്നുമല്ല. നക്സൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ ഭാരതത്തിൽ, ഈ നക്സൽ എന്നൊരു സ്ഥലപ്പേര്, ആസാമിലെ ഒരു സ്ഥലപ്പേരാണ്. അവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഇതിൻ്റെ ഒക്കെ ആയിട്ട് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ നാടകം ഇന്ദിരാ പ്രിയദർശിനി ഇറക്കിയത്, അടിയന്തരാവസ്ഥ. ആ സമയമാണ് അച്യുത മേനോൻ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ ഇവിടെ മുഖ്യമന്ത്രിയാണ്. 6.5 വർഷം മറ്റോ ഭരിച്ചു. തമിഴൻ കിട്ടിയ ചാൻസ് കളഞ്ഞില്ല, വന്നു ഒപ്പിടിക്കാൻ. അക്കാലത്തെ 5 കോടി രൂപ വാങ്ങിച്ചുകൊണ്ടാണ് അച്യുത മേനോൻ വരച്ചു കൊടുക്കുന്നത്. പത്രക്കാരറിഞ്ഞില്ല, സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരെ അറിയുന്നില്ല, MLA മാരെ അറിയുന്നില്ല, പ്രതിപക്ഷം അറിയുന്നില്ല. അതായത് കറുത്തവാവ് പകലല്ല രാത്രി എന്ന് പറയുന്ന രീതിയിൽ വരച്ചു കൊടുത്തു. അതാണ് ആ ഒരു ചീഞ്ഞ കടലാസാണ് ഇന്നും ബലമായിട്ടിരിക്കുന്നത്. എത്ര കോടി രൂപയാണെന്നറിയാമോ? ഈ 2011 ഇവർ മനുഷ്യച്ചങ്ങല കെട്ടി ഡാം മുതൽ, അത് മുല്ലപ്പെരിയാർ ഡാം മുതൽ എറണാകുളം വരെ, ഹൈക്കോടതി ജംഗ്ഷൻ വരെ, മറൈൻ ഡ്രൈവ് വരെ. ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുകയാണെന്ന്. അങ്ങനെ ഭരണം കിട്ടി. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു, രണ്ടാമത്തേലോട്ട് കയറി നടന്നുകൊണ്ടേയിരിക്കുന്നു. പാണ്ഡ്യകളുടെ പണമാണ് ഇവരുടെ ഇലക്ഷൻ പ്രചരണത്തിനും ഇലക്ഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതും. അതിൽ പകുതി നമ്മുടെ മുഖ്യനും വിഴുങ്ങുന്നു, മുഖ്യനും ഭാര്യയും മക്കളൊക്കെ ഇട്ട് വിഴുങ്ങുന്നു. അത് അവരുടെ പാടായി. പക്ഷേ ഇത്രയും ജനങ്ങളെ, എത്രയോ ലക്ഷം ജനങ്ങളെ ജീവനും സ്വത്തും എടുത്തുകൊണ്ടാണ് ഈ ഡാം പൊളിഞ്ഞു വരുമെന്നറിയാമോ? 800 കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഈ വാട്ടർ ബോംബ് വരുന്നത്. ജപ്പാനിൽ അമേരിക്ക വർഷിച്ച ബോംബ്
അതൊക്കെ സ്പീഡ് കുറവാണ്. ഇതങ്ങനെയല്ല, ഇതിങ്ങ് വരും. 16 ഡാമുകൾ തകർത്തുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ വരുന്നത്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ എവിടെയെങ്കിലും പിടുത്തം കിട്ടുമോ? ചൈനയിലെ ബാങ്ക്യാവോ ഡാം പൊട്ടും പൊളിയും, അപകടങ്ങൾ ധാരാളമായിരിക്കും. അതിൻ്റെ ഫ്രണ്ട് ബൈക്കിലായിട്ട് അല്ലെങ്കിൽ അതിനെ അനുബന്ധിച്ച് റിഗാർഡിങ് ഫോർ ദാറ്റ് ഡാംസ് അവിടെ 64 ഡാമുകളുണ്ട്. ഈ ബാങ്ക്യോ ഡാം ഉൾപ്പെടെ 65 എണ്ണം. ബാങ്ക്യോ ഡാം തകരും എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ചൈനയിലെ ഭരണാധികാരികൾ പറഞ്ഞത് ജർമ്മൻ ടെക്നോളജി, റഷ്യയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ എവിടെ പൊളിയാനാണെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരാണ് ചെൽസിങ്, ഒരു അസ്ട്രോളജറാണ്. ചൈന, അതായത് ചൈനയിലെ നമ്മുടെ വാസ്തു എന്ന് പറയുന്നത് വളരെ ഡിഫറൻറ്റാണ്. ഞാൻ ചൈനയിലൊക്കെ പോയിട്ടുണ്ട്, ഭൂട്ടാൻ വഴി. വളരെ ഡിഫറൻറ്റാണ്. കംപ്ലീറ്റ് ഹിൽ സ്റ്റേഷനാണ്. നമ്മുടെ ഇന്ത്യ ബോർഡറിലേക്ക് ഇത് കടന്ന് ഈ പിന്നെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 85 ഡിഗ്രി ചരിവിലാണ് കയറി വരുന്നത്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറുന്നത് ആ ബോർഡർ. അവിടുത്തെ വാസ്തു വളരെ വ്യത്യാസമാണ്. അത് മനസ്സിലാക്കിയ ഈ ചെൽസിങ്ങാണ് പറയുന്നത് ഏത് സമയത്ത് തകർന്നു കഴിഞ്ഞാൽ ഇത്ര ഡാമുകളുമായിട്ടും എത്രയോ ലക്ഷം ജനങ്ങളുമായിട്ടായിരിക്കും കടലിൽ പതിക്കുന്നതെന്ന് വിശ്വസിച്ചില്ല. അങ്ങനെ അവസാനം ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ കടന്നു. അങ്ങനെ ഒരു അർദ്ധരാത്രിക്ക് ഇത് പൊട്ടുകയാണ്. ബാങ്ക്യാവോ ഡാം പൊട്ടുകയാണ്. 64 ഡാമുമായിട്ട് പോയി. അക്കൂട്ടത്തിൽ ഇദ്ദേഹവും ഈ ചെൽസിങ് എന്ന് പറയുന്ന ഈ ജ്യോതിഷി ഉൾപ്പെടെയാണ്. അദ്ദേഹത്തെ ജയിലിട്ടിക്കല്ലേ എല്ലാം. എവിടെ പോയെന്ന് പോലും അറിയില്ല. കുറേ പേര് കിട്ടിയ മരത്തേലൊക്കെ ഞാന്ന് കിടന്നത് മാത്രമല്ല, ഇവർക്ക് കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഹെലികോപ്റ്ററിൽ ഇവർക്ക് ഫുഡ് കൊണ്ട് കൊടുത്തതെല്ലാം കൂടെ ഇത് വീഴുന്നത് കംപ്ലീറ്റ് ചേറിനകത്താണ്. ചീഞ്ഞ മാംസത്തിനിടയ്ക്കാണ്. ഒരു നിവൃത്തിയില്ലാതെ വന്ന് കഴിച്ചപ്പോൾ ഏതൊക്കെ മൃഗങ്ങൾ നമ്മൾ ഇരുകാലി മൃഗമല്ലേ, ഏതൊക്കെ മൃഗങ്ങൾ, മനുഷ്യൻ്റെയാണോ പന്നിയുടെയാണോ പട്ടിയുടെയാണോ ആനയുടെയാണോ പോത്തിൻ്റെയാണോന്നും അറിയില്ല, പെങ്ങളുടെയാണോ ആങ്ങളുടെയാണോ ചേട്ടൻ്റെ ആണോ അനുജൻ്റെ ആണോ അപ്പൻ്റെ ആണോ അമ്മയുടെ ആണോ കിട്ടിയ ഭാഗമൊക്കെ വലിച്ചു പറിച്ച് തിന്ന് രോഗവും ബാധിച്ചു. എത്രയോ പേരാണ് രോഗപീഠയിൽ മരിച്ചത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇതിൻ്റെ കാലം കഴിഞ്ഞു. 2006 120 വർഷം തികയായിരുന്നു. അന്ന് നമ്മുടെ ഇടുക്കി ഡാം പൊട്ടിയതാണ്. അന്ന് ജയലളിതയായിരുന്നു പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി. അറിഞ്ഞതും പെട്ടെന്ന് എങ്ങാണ്ട് കെയർ ഫ്രീയോ കോണകനോ സാരിയോ ബ്ലൗസോ ഏണ്ടെല്ലാം പാവാടയെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ആ ഓട്ടയടച്ചതിന് ശേഷം പിന്നീടാണിത് പിന്നെ ബാക്കിയൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുക. ഏത് സമയം തകരുമെന്ന് ഈവൻ വേനൽക്കാലത്തായിരുന്നാൽ പോലും അത്രത്തോളം ലീക്കുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം ആദിവാസികളുടെ സഹായത്തോടു കൂടി. ഈ ആദിവാസി വീട്ടിൽ ഏതെങ്കിലും ഒരു മൂപ്പൻ്റെ അവിടെ ചെല്ലുന്നു. അവിടുന്ന് പിന്നെ 4 ദിവസമൊക്കെ അവിടെ ഞാൻ താമസിക്കും. കാരണം എന്താ, പെർഫ്യൂമിൻ്റെ സോപ്പിൻ്റെ മണം മൃഗങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ നമ്മളെ ആക്രമിക്കും. കുളിക്കത്തില്ല ഈ 4 ദിവസം. കുളിക്കാതെ പല്ലുതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. സോപ്പ് ഉപയോഗിക്കാതെ 4-5 ദിവസം നിന്നതിന് ശേഷമാണ് അവരെ കുറച്ച് ആദിവാസികൾ മുൻപ് 5-6 പേര് മുമ്പിലുണ്ടാവും, 5-6 പേര് പുറകിലും ഉണ്ടാവും. അവരുടെ ലംബമൊക്കെ ഉണ്ടാവും. എന്നെ നടുക്ക് നിർത്തിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഈ 2 കൈകളും കടക്കുന്ന രൂപത്തിലാണ് ജലം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് റിസർവോയർ എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യുക റിസർവോയർ എന്നൊക്കെ പറയാം. ആ റിസർവോയറിൻ്റെ അവിടെ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ ചെങ്ങാടത്ത് പോയി കണ്ടത്. ഇങ്ങനെയല്ല, അതായത് ഇങ്ങനെ പിടിച്ചാൽ ഈ 2 അടിക്കില്ലേ ഇട്ട് കഴിഞ്ഞാലും കയറും. അതുപോലെ സിമെൻറ്റ് കൊണ്ട് അടച്ചുകൊണ്ടൊന്നും വിശേഷമില്ല. ഇനിയും പമ്പിങ് സിസ്റ്റമുണ്ട്. നമ്മുടെ സ്ലാബൊക്കെ അതിൻ്റെ കമ്പിക്കും അത് സെൻട്രലായിട്ട് കമ്പി വരും, ജാളി. അടിഭാഗവും പൊളിയും മേൽഭാഗവും പൊളിയും. അടിഭാഗമാണ് കൂടുതൽ പൊളിഞ്ഞെങ്കിൽ അത് ചിപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് പമ്പിങ് സിസ്റ്റത്തിൽ അത് കവർ ചെയ്യാം.
അതേ രൂപത്തിൽ കവർ ചെയ്യുമെന്ന് പറഞ്ഞാലും പിടുത്തം കിട്ടുന്നില്ല. കാരണം സുത്തിയാണ് ഇതിൻ്റെ. സുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര, അന്നത്തെ ശർക്കര, പാറപ്പൊടി, കുമ്മായം ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. അത് ഇതുമായിട്ട് കോമ്പിനേഷൻ ആകത്തില്ല, ഗ്യാപ്പ് വരും. രണ്ടും രണ്ട് ജാതിയാണ്. ഞാൻ പല പ്രാവശ്യം മാധ്യമങ്ങളിൽ കൂടി ശബരിമല ചെല്ലുമ്പോൾ പോലും ഏതാ ഈ പെണ്ണുങ്ങളെ കയറ്റുന്നതിന് മുമ്പുള്ള കാര്യം പറയും. അതിന് ശേഷം ഞാൻ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അയ്യപ്പനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, എന്നാലും പോകും, ഉത്സവത്തിന് പോകും, മീനമാസത്തിലെ ഉത്സവത്തിന്. ഇത് ഒരു കഠിന അധ്വാനം കൊണ്ട് മാത്രമേ ഈ കാര്യത്തിന് ഒരു 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 സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ശബരിമല ചെന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പത്രക്കാരോട് പറഞ്ഞു, ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഡാമിന് വെള്ളം കുറയ്ക്കൂ, 50 അടി ലെവലിൽ നിർത്തിക്കൂ, തമിഴിന് വെള്ളവും കിട്ടും, നമുക്കിതൊരു പുരാവസ്തുവായിട്ട് നിർത്തുകയും ചെയ്യാം. മാത്രവുമല്ല ഏതാണ്ട് ഒരു 20,000 ഏക്കറോളം ഭൂമി ഫ്രീ ആയി കിട്ടും. അങ്ങനെ ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വനത്തിൽ കഴിയുന്നതായ ആ ജീവജാലങ്ങൾക്ക് അവർക്ക് കുളിക്കാനും കുടിക്കാനും ഉള്ളതായ ജലസ്രോതസ് ഉണ്ടല്ലോ, 50 അടി കിടക്കല്ലേ. ബാക്കി ഈ 20,000 ഏക്കറോളം വരുന്നതായ ഭൂമി KTDC, ITDC, പിന്നീട് കൃഷി, KTDCക്ക് ITDCക്ക് വന്നാൽ 5 ഏക്കർ കൂടുതൽ വേണ്ട, കഴിഞ്ഞാൽ 10 ഏക്കർ. ബാക്കി വരുന്നത് കംപ്ലീറ്റ് കൃഷി സ്ഥലമാക്കണം. നല്ല ശുദ്ധമായത് നെല്ല് ഉൽപ്പാദിപ്പിക്കാം. അത് എന്തെല്ലാം ഉണ്ടോ നമ്മുടെ കേരളത്തിൽ വളരുന്നതായ അല്ലെങ്കിൽ വരുന്നതായ അനുകൂലമായ കൃഷി അത് ചെയ്യുക. ചെറുപ്പക്കാർക്ക് ധാരാളം, രൂക്ഷമായിട്ടും പരോക്ഷമായിട്ടും ധാരാളം പേർക്കായി. കൂടാതെ ഇതൊരു ടൂറിസ്റ്റ് സെൻ്ററുമാകും. പുരാവസ്തുവായിട്ട് നമ്മുടെ ഈ ഡാം അവിടെ നിലനിൽക്കുകയും ചെയ്യും. സർവ്വ ഡാമുകളുടെയും ജലം കുറയ്ക്കണം. ഇടുക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു തള്ളിയാൽ മതി സമയം വരും. കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി എന്ന് പറയും കോൺക്രീറ്റാണ്. കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടി ഞാനും അങ്ങനെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 38-40 വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ. അതിനിടയ്ക്ക് നമുക്കൊരു വാറണ്ടി ഉണ്ടെന്ന് കൂട്ടുക, അത് 3 വർഷത്തെ വാറണ്ടി ഉള്ളൂ. പിന്നീട് അവരുടെ പാടായി. അല്ലാതെ ഈ 38-40 വർഷമൊന്നും വാറണ്ടി എടുക്കത്തൊന്നുമില്ല. ഉദാഹരണം, അവസാനമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ജോലി എന്ന് പറയുന്നത് LNG പ്രോജക്റ്റിലായിരുന്നു. പെട്രോനെറ്റ് LNG. അവിടെയും ഇതേപോലൊക്കെ തന്നെയാണ്. ഒരു വിദേശ കമ്പനിയായിരുന്നു അതിൻ്റെ മെയിൻ കോൺട്രാക്റ്റ്. ബാക്കി 10-44 കമ്പനികളുണ്ടായിരുന്നു ഇവിടെ. ആ കൂട്ടത്തിൽ ഒരു കമ്പനി ഞങ്ങളുടെ ആയിരുന്നു. ഉപ്പ് രസമുള്ളതാണ് ആ സ്ഥലം. ആ സ്ഥലം ഇപ്പം ഞാൻ ഈ സ്റ്റുഡിയോയും ഉപ്പ് രസമുള്ള സ്ഥലം തന്നെയാണ്. ശരിക്കും വീക്ഷിച്ചില്ല എങ്കിൽ വിള്ളലുണ്ടാവും. അത് പ്രത്യക്ഷമാണ്. LNGക്കകത്ത് പെട്രോളിൻ്റെ LNGക്കകത്ത് അത് ഉണ്ടാക്കിയ 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ വിള്ളലും ക്രാക്കും ഒക്കെ ഉണ്ടായി. അത് സിമൻറ്റ്. ഇത് സുർത്തിയായതിൻ്റെ പേരിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. 2006 പോയത് ഇപ്പോൾ 17 വർഷം കൂടി എക്സ്ട്രാ വന്നിരിക്കുക. ഇവർ പിണറായി അതിന് ശേഷം പറഞ്ഞത് ഈ 2020 മറ്റോ 2021 അല്ല, ഈ കഴിഞ്ഞ വർഷം 2023 പറഞ്ഞതാണ് ഇനി 150 വർഷങ്ങളിൽ കൂടി അത് ജീവനോടെ നിൽക്കുമെന്ന്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയ എമൗണ്ടും സ്വർണം, വൈരം, ഇതിൻ്റെയൊക്കെ കണക്ക് എന്തുമാത്രമുണ്ടെന്ന് കണക്കെടുത്ത് സാക്ഷാൽ ബ്രഹ്മാവിന് പോലും അറിയത്തില്ല. ആ രൂപത്തിലുള്ളതായ ചെറ്റത്തരങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നു, അല്ലെ കണ്ണൂർ അദ്ദേഹത്തിൻ്റെ തറവാട്. അവിടെ കൂടെ മുല്ലപ്പെരിയാറിലെ വെള്ളമൊന്നും ചെല്ലത്തൊന്നുമില്ല. തിരുവനന്തപുരത്തോടെ കൂടി ചെല്ലുകയില്ല. 6 ജില്ലകൾക്കേ ഉള്ളൂ. ഇടുക്കിയുടെ 3/4 ഭാഗം, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, പിന്നെ ഇതുണ്ട് തൃശ്ശൂരിൻ്റെ കുറച്ച് ഭാഗവും എന്ന് പറയാം, ആലുവ ഇടപ്പുറം തൃശ്ശൂരിൻ്റെ കുറേ ഭാഗവും ഉന്മൂലമായി പോവും. വെള്ളം കെട്ടിക്കിടക്ക് ഇറങ്ങത്തില്ല, കയറിക്കൊണ്ടേയിരിക്കും.
ഈ 800 കിലോമീറ്റർ സ്പീഡിൽ വരുന്നതായ ഈ വാട്ടർ ബോംബ് ആര് എവിടെ തടയുമെന്നാണ് പറയുന്നത്? എൻ്റെ സഖാവേ, പിണറായി വിജയൻ സഖാവേ, മുഖ്യമന്ത്രി അദ്ദേഹമേ, നിങ്ങളിതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അല്ലെങ്കിലുണ്ടല്ലോ 7 തലമുറ പോയാലും ഗതി പിടിക്കത്തില്ല. പാരൂക്കുഴിയാണ് പറയുന്നത്. 7 തലമുറ വരെ രോഗപീഠ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദരാമബാഹ്യമാണെന്ന് ജീവിതാവസാനം വരെ ഇത് പാടിയാലും വിശേഷമൊന്നും ഉണ്ടാവില്ല. അത്രത്തോളം ശാപത്തിലാണ് താങ്കൾ. ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നേ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു 31 എന്ന് പറഞ്ഞത്. അഥവാ രാജിവെച്ചില്ല എങ്കിൽ ഇതാ ഇത്രയും ഭാഗം എടുത്തു കളഞ്ഞ് സ്ത്രീവേഷം കെട്ടി ഞാൻ ആദ്യം നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലിരുന്നാണ് ഇത് ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ സാമീപ്യത്തോടുകൂടി അവിടെ നടന്ന് മറൈൻ ഡ്രൈവ്, അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നേരെ കടവന്തറ വഴി വയറ്റില ഹബ്ബിൽ കയറുന്നു. അവിടെ നേരെ തിരിച്ച് വീണ്ടും പാലാരിവട്ടം വഴി വന്ന് ഹൈക്കോടതി ജംഗ്ഷൻ, അവിടെ നിന്ന് പിന്നെ അങ്ങ് വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പോൾ ഇത്രയും നേരം സഹകരിച്ചതിനകത്ത് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എൻ്റെ പ്രണാമം. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു നിവേദനം, ഇന്ന് വരെ ഞാൻ ഒരു ആഴ്ചക്കാരൻ്റെ അടുത്ത് പോയി ഒരു നിവേദനം കൊടുക്കാനോ അല്ലെങ്കിൽ റിക്വസ്റ്റിനോ പോയിട്ടില്ല, പോകത്തുമില്ല. പട്ടിണിയെങ്കിൽ പട്ടിണി, തീരെ നിവർത്തിയില്ലെന്നുണ്ടെങ്കിൽ കിഡ്നി പറിച്ച് വിറ്റിട്ടാണെങ്കിലും കഞ്ഞി കുടിച്ചോളാം, അത് സാരമില്ല. ഇനിയിപ്പോൾ ഈ കിഡ്നി ഇരുന്നിട്ടും വലിയ വിജയമൊന്നുമില്ല. അത്രത്തോളം ചീഞ്ഞ രൂപത്തിലാകരുത്. എല്ലാവർക്കും പ്രണാമം, എല്ലാവർക്കും പ്രണാമം. നന്മ വരട്ടെ, ദേശത്തിന് നന്മ വരട്ടെ.